Earn Marks, your perfect learning partner. ഹലോ സ്റ്റുഡൻസ്. സോ നമ്മൾ ഫിസിക്സിലുള്ള എല്ലാ യൂണിറ്റ്സും ഡിസ്കസ് ചെയ്തു അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എക്സാംസിന് നിയറായി നമുക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു ടൈമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഏപ്രിൽ 2023 ഉള്ള പേപ്പർ ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെൻ എ കോൺസ്റ്റന്റ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് acts on an object which may not change. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പം ഇതിന് ഓപ്ഷൻസ് ആയിട്ട് ഫോഴ്സും ആക്സിലറേഷനും അതുപോലെ തന്നെ മാസും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാത്തതെന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. അതായത് ആക്സിലറേഷനും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അവിടെ എന്താണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള പൊസിഷൻ, സ്പീഡ്, വെലോസിറ്റി ഇതൊക്കെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആൻഡ് ആക്സിലറേഷൻ എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ സൈക്ലിസ്റ്റ് കം to a skidding stop in 10 meter, the average force from the road is 200 Newton opposite to the motion. The work done by the cyclist on the road is dash. ഇത് നമ്മൾ വിചാരിക്കും ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇവിടെ എന്ന് പറയുന്ന ഫോഴ്സ് എന്താണ്? നമ്മുടെ ബൈസിക്കിൾ റോഡിന്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മളിവിടെ ഫോഴ്സ് ആയിട്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു സ്കിഡിങ് സ്റ്റോപ്പിൽ എത്തുകയാണ് 10 മീറ്ററിൽ. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്? റോഡിൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്തുണ്ടാവുന്നില്ല? ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻറ്റു 0 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വർക്കും എത്രയായിരിക്കും? 0 ജൂൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ 0 ആണ്. കാരണം നമുക്ക് ഇവിടെ വേറെ കാര്യങ്ങൾ, അതായത് 200 ഇൻറ്റു 0 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0 ഹിയർ. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോ ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് അണ്ടർ പ്രഷർ ഈസ്. ഏത് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കൂളംസ് ലോ, ആംബിയേഴ്സ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലോസ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പാസ്കൽസ് ലോ ആണ്. സോ പാസ്കൽസ് ലോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു വാട്ടറിന്റെ പ്രഷർ, അതായത് നമ്മളൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എൻക്ലോസ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെയുള്ള ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു കണ്ടെയ്നറിൽ ഈക്വലി എല്ലാ ഡയറക്ഷൻസിലും എന്തുണ്ടാവും? അവിടെ പ്രഷർ ഉണ്ടാവും. ആൻഡ് അതിനെയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈക്വലി ഇങ്ങനെ നമ്മളൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എല്ലാ ഡയറക്ഷനിലും പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ഹോട്ട് എയർ ഇസ് ഡാഷ്. അതായത് ഇത് കൂടുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ കുറയാണോ ചെയ്യുക, അല്ലെങ്കിൽ സെയിം ആയിരിക്കോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ വിസ്കോസിറ്റി എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ വിസ്കോസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഗ്യാസസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് കൂടും? വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ എയർ, ഹോട്ട് എയർ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഹോട്ട് എയറിനായിരിക്കോ കോൾഡ് എയറിനായിരിക്കോ കൂടുതലും വിസ്കോസിറ്റി ഉണ്ടാവുക? ഹോട്ട് എയറിനായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട് എയറിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻക്രീസ് ഉള്ളത് കൊണ്ട് തന്നെ ഹോട്ട് എയറിന് കോൾഡ് എയറിനെക്കാട്ടിലും എന്തുണ്ട്? വിസ്കോസിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മളിവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആ ഒരു വാല്യൂ ആണ്, അതായത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഏറ്റവും കൂടുതൽ ഹോട്ട് എയറിനായതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമുക്ക് പറയാം? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അതല്ല, ക്വസ്റ്റ്യനിൽ കോൾഡ് എയർ ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ ഹോട്ട് എയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. എ
ചാർജ് ക്യൂ ഇസ് എൻക്ലോസ്ഡ് ഇൻ എ ക്യൂബ്. അതായത് ഒരു ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യൂബിൽ ഒരു ചാർജ്, ഒരു പോയിന്റ് ചാർജ് ക്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചാർജസിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഓരോ ഫേസസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ ബൈ 6 എപ്സിലൺ 0 എന്നാണ് പറയുക. കാരണം അവിടെയുള്ള ആ ഒരു ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലൺ 0 ആണ്. അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് പറയാം, അതായത് ഗോസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗോസ് ലോ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലൺ 0 ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് സിമെട്രിക്കലി എൻക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിമെട്രിക്കലി എല്ലാ സൈഡിലും അല്ലെ, ക്യൂബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, 6 ഫേസിലും ഈ ഒരു ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നുണ്ട് അല്ലെ? 6 ഫേസിലും ഈ ഒരു ലൈൻസ്, ലൈൻസ് ഉണ്ട്. അപ്പം എന്ത് നമുക്ക് പറയാം? ക്യൂ ബൈ 6 എപ്സിലൺ 0. ഇത് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പം ക്യൂബ് ആയിരിക്കില്ല, ക്യൂബിന് പകരം വേറെ ഏതെങ്കിലും ഒരു 3D ഷേപ്പ് ആയിരിക്കും. അപ്പൊ അക്കോർഡിംഗ്ലി നമ്മൾ അതിന്റെ ഫേസസ് വെച്ചിട്ട് ഗോസ് ലോന്റെ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കിയാലോ. 6th ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഇലക്ട്രോൺ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇഫ് ഇറ്റ് സ്പീഡ് ഈസ് ഡബിൾഡ് ദ റേഡിയസ് വിൽ ബി. അതാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ റേഡിയസിന് നമ്മൾ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ റേഡിയസിന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡിറൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പോൾ ആർ ഈക്വൽ ടു എന്ത് വരും? mv/qb എന്ന് വരും. സോ ഈ ഒരു ഇക്വേഷന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആറും വിയും എന്താണ്? ആറും വിയും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇനി നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സോ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്പീഡ് ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. സ്പീഡ് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, സ്പീഡ് ഡബിൾ ചെയ്തു. സ്പീഡ് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഓൾറെഡി ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് പറയാം ആർ ഈക്വൽ ടു 2mv/qb. ഈ mv/qb എന്താണ്? ഓൾറെഡി നമ്മൾ ആദ്യത്തെ, അപ്പോൾ 2 ടൈംസ് കൂടിയില്ലേ? ദാറ്റ് മീൻസ് നമുക്ക് പറയാം 2 ടൈംസ് കൂടി. അതായത് എന്തായി? നമുക്ക് റേഡിയസ് ഇപ്പം ഓൾറെഡി 2 സെന്റിമീറ്റർ ആണ്. അത് 2 ടൈംസ് കൂടി എന്ന് പറയുന്ന സമയത്ത് എന്താവും? 4 സെന്റിമീറ്റർ ആവും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ എന്താണ്? എ റേ ഇസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് പ്രിസം ആൻഡ് ദെൻ ഗ്രേസസ് ദ ഹൈപ്പോട്ന്യൂസ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ്. നമ്മൾ ലൈറ്റിന്റെ ചാപ്റ്റർ ഒക്കെ പറഞ്ഞ സമയത്ത് അവിടെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡിസസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അല്ലേ? അതായത് ഒരു പ്രിസത്തിൽ എങ്ങനെയാണ്, പ്രിസത്തിൽ നമ്മൾ ആ ഒരു ഇൻസിഡന്റ് റേ വരുന്ന സമയത്ത് പിന്നെ പുറത്തേക്ക് നമ്മൾ നോർമലിലൂടെ പാസ് ചെയ്തിട്ട് പുറത്തേക്ക് ഒരു എമർജന്റ് റേ ആയിട്ട് മാറുന്നു, പുറത്തേക്ക് പോകുന്നു, അതിലുള്ള ആംഗിളിലെ ഡിഫറൻസസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് പ്രിസമാണ്. ഈ ഐസോസിലസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അതിന് 2 ആംഗിൾസും 2 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് പറയാം, അതായത് അക്യൂട്ട് ആംഗിൾസ് എന്തായിരിക്കും? 45 ആയിരിക്കും. കാരണം റൈറ്റ് ആംഗിൾഡ് ആണ്. റൈറ്റ് ആംഗിൾ പറയുമ്പോൾ 90, അതായത് 90ന്റെ പകുതി 45 ആയിരിക്കും അല്ലെ? അപ്പൊ അവിടെ ഉള്ള ഒരു എമർജൻസ് എന്തായിരിക്കും? അപ്പൊ അവിടെ ഉള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 45 നമ്മളോട് പറഞ്ഞ പോലെ റൈറ്റ് ആംഗിൾ ഐസോസിലസ് പ്രിസം ആയതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അവിടെ വരുന്ന ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ആ ഒരു റിഫ്രാക്റ്റഡ് ബൈ 2 അല്ലെങ്കിൽ R ഈക്വൽ ടു 2c ആണ് അല്ലെ? അപ്പം എന്ത് വരും? നമുക്ക് 2c എന്നുള്ള രീതിയിൽ വരുമ്പം c ഈസ് ഈക്വൽ ടു r/2, അതായത് 90/2 വിച്ച് ഇസ് ഈക്വൽ ടു 45 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ mu ഇസ് ഈക്വൽ ടു നമുക്ക് ഒന്നെങ്കിൽ 1/sin കണ്ടാൽ മതി, അതായത് 1/sin ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണോ അങ്ങനെ കാണാം.
അപ്പോൾ ഇവിടെ നമുക്ക് അതാണ് ഏറ്റവും എളുപ്പം. സോ 1/sin 45 ഡിഗ്രി എന്ന് വരും. 45 1/sin 45 എന്നുള്ളത് sin 45 എന്താണ് 1/√2 ആണ്. സോ നമുക്ക് എന്താണ് 1/1/√2 എന്ന് വരുന്ന സമയത്ത് ഇതെന്താണ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് √2 എന്ന് തന്നെ കിട്ടും. സോ √2ന്റെ വാല്യൂ ചിലപ്പം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. അല്ലാത്ത കേസിൽ നമുക്ക് √2ൽ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ ഇൻ യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ സ്ലിറ്റ് വിഡ്സ് ആർ ഇൻ ദ റേഷ്യോ 16:1. ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റീസ് അറ്റ് മാക്സിമ ആൻഡ് മിനിമ ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് യങ്ങിൻ്റെ ഡബിൾ സ്ലിറ്റ് എങ്ങനെയായിരുന്നു, 2 സ്ലിറ്റിലൂടെ പോയിട്ട് അതൊരു സിംഗിൾ ആയിട്ട് പോകുന്ന രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം അതിൽ നമുക്ക് ഇവിടെ സ്ലിറ്റിന്റെ വിഡ്ത്തുകൾ തന്നിട്ടുണ്ട്. എത്രയാണ് വിഡ്ത്തുകൾ? ഒന്ന് 16:1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ മാക്സിമം എന്താണ് മിനിമം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഈ ഒരു മാക്സിമയും മിനിമയും ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, അതായത് ഇന്റൻസിറ്റി, അവിടെയുള്ള ഒരു റൂള് ഓർമ്മ ഉണ്ടോ? ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാവുന്ന സമയത്ത് ഇവിടെ 16:1 തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ A1 സ്ക്വയർ ബൈ A2 സ്ക്വയർ ആണ് ഈക്വൽ ടു 16/1 എന്ന് പറയുന്നത്. സോ മിസ് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരും? A1/A2 is equal to root of 16/√1. ദാറ്റ് മീൻസ് 16ന്റെ റൂട്ട് എത്രയാണ്? 4 ആണ് അല്ലേ 16 എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 16 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് നമുക്ക് 4:1 എന്ന് കിട്ടി. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടിയത് 4:1 ആണ്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോ ആണ് നമുക്ക് 4:1 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് മാക്സിമയും അതുപോലെ തന്നെ ഇന്റൻസിറ്റി മാക്സിമയും മിനിമയും കാണും. അതെങ്ങനെയാണ് നമ്മൾ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് A1/A2 എത്രയാണോ കിട്ടിയത് അതിൻ്റെ റേഷ്യോ ഒന്ന് +1 -1 ചെയ്തിട്ട് സ്ക്വയർ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 4 + 1 the whole square by 4 - 1 the whole square. അപ്പോൾ 4 + 1 the whole square എന്ന് പറയുമ്പോൾ എത്രയാണ്? 5² / 3² എന്ന് വരും. ഓക്കെ, അപ്പോൾ 5² / 3² എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? 25/9 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തൊരു 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രാൻസിസ്റ്റർ, എന്തായിരുന്നു ട്രാൻസിസ്റ്റർ? LC ട്രാൻസിസ്റ്ററും എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ആ വീഡിയോസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ. ഓക്കെ, സോ ഇൻ എ ട്രാൻസിസ്റ്റർ കളക്ടർ കറന്റ് ഇസ് ഓൾവേസ് ലെസ് ദാൻ എമിറ്റർ കറന്റ് ബിക്കോസ് ഡാഷ്. ഇതായിരിക്കും നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ട്രാൻസിസ്റ്ററിൽ കളക്ടർ കറന്റ് എമിറ്റർ കറന്റിനെക്കാട്ടിലും കുറവാവാനുള്ള റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഈ എമിറ്റർ കറന്റ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് കറന്റും അതുപോലെ തന്നെ കളക്ടർ കറന്റിന്റെയും കൂടിയും സമ്മാണ് അല്ലേ. അപ്പം എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാർജ് കാരിയേഴ്സ് നമ്മളെ ബേസിൽ കുറച്ച് എക്സ്ട്രാ ചാർജ് കാരിയേഴ്സ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ബേസിലാണ് എക്സ്ട്രാ വരുന്നത്. ബേസിൽ എക്സ്ട്രാ വരുന്ന സമയത്ത് നമ്മുടെ എമിറ്ററിനെക്കാട്ടിലും ആര് കുറയാൻ തുടങ്ങും? കളക്ടർ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഇതാവുന്ന സമയത്ത് അവിടെ ഒരു ഡിഫറൻസ് വന്നില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫിസിക്സിൽ അങ്ങനെ ഒരു ഡിഫറൻസ്, ഒരു ട്രാൻസിഷൻ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലോസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ്? ഒരു കുറച്ച് ഇലക്ട്രോൺസ് ലോസ്റ്റ് ആവും ബേസിൽ, ആൻഡ് ബാക്കിയുള്ളത് മാത്രമാണ് എവിടേക്ക് പോകുന്നത്? കളക്ടറിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ദ റേഷ്യോ ഓഫ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ടു ഹോൾ കോൺസെൻട്രേഷൻ ഇസ് 7:5 ആൻഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോൺ കറന്റ് ടു ഹോൾ കറന്റ് ഈസ് 7:4. ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റീസ് ഈസ് ഡാഷ്. അതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം I എന്ന് പറയുന്നത്
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ക്യൂ വിക്ക് പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ക്യൂ ഇൻറ്റു വി, അതായത് ചാർജ് ഇൻറ്റു വിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതിപ്പം നമ്പറിനനുസരിച്ച് മാറും. സോ എൻ ക്യൂ വി എന്ന് നമുക്ക് പറയാം. അങ്ങനെയാവുന്ന സമയത്ത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ആണ് എന്തെന്ന് പറയുന്നത് 7:5 എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ബൈ ഹോൾ കോൺസെൻട്രേഷൻ ആണ് 7/5 എന്ന് വരുന്നത്. ഇനി കറണ്ട് IE/IH എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇലക്ട്രോൺ കറന്റ് ബൈ ഹോൾ കറന്റ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? അതായത് നമ്പർ അല്ലെ, NE/VE/NH/VH എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതായത് നമുക്ക് NE/NH ഓൾറെഡി എന്താണെന്ന് നമുക്കറിയാം. ഈ NE/NH എന്ന് പറയുന്നത് 7/5 ആണ് നമുക്കറിയാലോ. അപ്പൊ 7/5 ഇൻറ്റു VE/VH ആണ് എന്തെന്ന് പറയുന്നത് 7/4 എന്ന് പറയുന്നത്. നമുക്ക് ഈ VE/VH ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പം എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VE/VH is equal to 7/4. പിന്നെ ഇത് ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ്പൊസിഷൻ ചെയ്യുന്ന സമയത്ത് എന്താവും? ഇതിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ എടുക്കുക അല്ലെ. അപ്പൊ എന്ത് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5/7 എന്ന് വരും. അപ്പൊ 7 ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5/4 എന്ന് കിട്ടും. സോ V/VH is equal to 5/4. ഓക്കെ, സോ അത്രയുമാണ്. ഇക്വേഷൻസ് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മാത്സ് ആണ്, അതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിനി സെക്ഷൻ B നോക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതായത് ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക.